അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? ആദ്യത്തെ പ്രവർത്തനം ശരിക്ക് ശരി അടയാളം നൽകാം. ഒന്നാമത്തേത് വുജൂദ്. വുജൂദ് എന്ന സിഫത്തിന്റെ അർത്ഥം എന്താണ്? തുടക്കം ഇല്ലാതിരിക്കൽ, അന്ത്യം ഇല്ലാതിരിക്കൽ, ഉള്ളവനായിരിക്കൽ. ഉത്തരം ഉള്ളവനായിരിക്കൽ. അതിൽ ടിക്കറ്റ് കൊടുക്കുക. 2 ഖിയാമും ബിൻ നഫ്സി, സ്വയം നിലനിൽക്കൽ, അന്ത്യം ഇല്ലാതിരിക്കൽ, തുടക്കം ഇല്ലാതിരിക്കൽ. ഉത്തരം സ്വയം നിലനിൽക്കൽ. 3 ഖുദ്റത്ത്, അറിവ്, കഴിവ്, കാഴ്ച എന്ന് തന്നിട്ടുണ്ട്. ഏതാണ് ശരിക്കുത്തരം? കഴിവ്. കഴിവിൻ്റെ നേരെയുള്ള കള്ളിയിൽ ശരിയിട്ട് കൊടുക്കുക. 4 സമ, കേൾവി, കാഴ്ച, സംസാരം. ഉത്തരം കേൾവി. 5 ഇറാദത്ത്, ഏകത്വം, കഴിവ്, ഉദ്ദേശിക്കൽ. ഉത്തരം ഉദ്ദേശിക്കൽ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? 1 ഖുൽ ഹുവല്ലാഹു അഹദ്. അത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് എന്ന സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 2 അല്ലാഹു സമദ്. അത് ഖിയാമും ബിൻ നഫ്സി, സ്വയം നിലനിൽക്കൽ. നമ്മുടെ തദ്രീബാത്തിലുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ പാഠത്തിൽ 4ാമത്തെ പ്രവർത്തനത്തിലുള്ള ചോദ്യമാണ്. ഇനി 3ാമത്തെ പ്രവർത്തനം നോക്കൂ. വിപരീതം എഴുതാം. ആദ്യത്തേത് ഹയാത്ത്. ഹയാത്തിൻ്റെ വിപരീതം മൗത്ത്. 2 കലാം. കലാം എന്നതിൻ്റെ വിപരീതം ബക്കം, സംസാരമില്ലായ്മ. 3 സമ, അതിൻ്റെ വിപരീതം സമം, കേൾവിയില്ലായ്മ. 4 ഖുദ്റത്ത്, അതിൻ്റെ വിപരീതം അജ്സ്. 5 മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, അതിൻ്റെ വിപരീതം മുമാസലത്തുൻ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് തുല്യമാവൽ. 6 ഇൽമ, അതിൻ്റെ വിപരീതം ജഹല്. 4ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. 1 അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ് അർഹൻ. 2 അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല. 3 അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. 4 ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഡാഷ്, എന്താണ് അവിടെ എഴുതി കൊടുക്കുക? ഹയ്യ് ആകുന്നു. ഹയ്യ് ആകുന്നു. 5ാമത്തത് ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ബസീർ ആകുന്നു. ബസീർ ആകുന്നു. 5ാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം. 1 കൗനുഹു കാരിഹൻ, അതിൻ്റെ അർത്ഥം ഉദ്ദേശം ഇല്ലാത്തവനാവൽ. 2 കൗനുഹു അസമ്മ, അതിൻ്റെ അർത്ഥം കേൾവി ഇല്ലാത്തവനാവൽ. 3 ഫിഉലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അതിൻ്റെത് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അത് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് 1 മാത്രമാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഫിഉലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അതിൻ്റെ അർത്ഥമാണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. 6ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം. 1 മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്താണ്? ഉത്തരം അള്ളാഹുവിൻ്റെ വാജിബായ 20 സിഫത്തുകളുടെ വിപരീതമായ സിഫത്തുകൾക്കാണ് മുസ്തഹീൽ എന്ന് പറയുന്നത്. അവ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകളാണ്. അടുത്ത പ്രവർത്തനം സിഫത്തുകളിൽ വാജിബിന് ശരിയെന്നും മുസ്തഹീലിന് തെറ്റ് എന്ന് രേഖപ്പെടുത്തുക. ആദ്യത്തേത് അജ്സ്.
അത് മുസ്തഹീലായ സിഫത്താണ്. അപ്പോൾ നമ്മൾ തെറ്റിട്ട് കൊടുക്കുക. 2 ബക്കം, അതും മുസ്തഹീലായ സിഫത്താണ്. ഫനാ, അതും മുസ്തഹീലായ സിഫത്താണ്. തെറ്റിട്ട് കൊടുക്കുക. കലാം, അത് വാജിബായ സിഫത്താണ്. അപ്പോൾ അതിന് ടിക്കിട്ട് കൊടുക്കുക. അടുത്തത് സമം, അത് മുസ്തഹീലായ സിഫത്താണ്. അപ്പോൾ തെറ്റിട്ട് കൊടുക്കുക. അടുത്തത് ഇറാദത്ത്, അത് വാജിബായ സിഫത്താണ്. അതിന് ടിക്കിട്ട് കൊടുക്കുക. ഖുദ്റത്ത്, അതും വാജിബായ സിഫത്താണ്. അതിന് ടിക്കിട്ട് കൊടുക്കുക. ഇഹ്തിയാജ്, അത് മുസ്തഹീലായ സിഫത്താണ്. അപ്പോൾ അതിന് തെറ്റിട്ട് കൊടുക്കുക. ഇതാണ് കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സുകാർക്ക് അക്കീദയിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.